السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كذبت قبلهم قوم نوح فكذبوا عبدنا وقالوا مجنون وازدجر فدعا ربه أني مغلوب فانتصر ففتحنا أبواب السماء بماء منهمر وفجرنا الأرض عيونا فالتقى الماء على أمر قد قدر وحملناه على ذات ألواح ودسر. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ ചരിത്രം, നൂഹ് നബി അലൈഹി സ്വലാം പറയുകയാണ്, വഖാലർകബൂ ഫീഹ, എല്ലാവരും ആ കപ്പലിൽ കയറിക്കോൾ, ബിസ്മില്ലാഹി മജ്റാഹാ വമുർസാഹാ, അല്ലാഹുവിന്റെ നാമത്തിലാണ് ആ കപ്പൽ സഞ്ചരിക്കുന്നതും ആ കപ്പൽ നിൽക്കുന്നതും. നിങ്ങൾ ധൈര്യമായിട്ട് കയറാൻ നൂഹ് നബി അലൈഹി സ്വലാം സത്യവിശ്വാസികളായ ആളുകളോട് പറയുകയാണ്. ഇന്ന റബ്ബീ ലഗഫൂർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ്. അങ്ങനെ എല്ലാവരും ആ കപ്പലിൽ കയറുകയാണ്. സൂറത്തുൽ ഖമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ കാര്യം, ഇതേ സംഭവം വേറൊരു രൂപത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. കദ്ദബത് ഖബലഹും ഖൗമു നൂഹിൻ ഫകദ്ദബു അബ്ദനാ. പ്രവാചകനോട് പറയുകയാണ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പ്രവാചകർ അങ്ങേക്ക് മുമ്പേ നൂഹിന്റെ സമൂഹം കളവാക്കി. അബ്ദന, അവർ എന്റെ അടിമയെ കളവാക്കി, നിശ്ചയിച്ചു തള്ളി. വഖാലു, അവർ പറഞ്ഞു. നൂഹ് നബിയുടെ സമൂഹത്തെ സംബന്ധിച്ച് പറയുകയാണ്, നൂഹ് നബിയുടെ സമൂഹം എന്റെ അടിമയെ അവർ പറഞ്ഞു മജ്നൂനും വസ്തുജർ, ഭ്രാന്തനാണെന്ന് പറഞ്ഞു. അപ്പൊ നൂഹ് നബിയെ അവർ ആക്ഷേപിച്ചു. നൂഹ് നബി ഇസ്ലാമിനെ ആട്ടി ഓടിക്കപ്പെട്ടു, ഓരോ വീടുകളിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ടു. അപ്പോൾ നൂഹ് നബി ഇസ്ലാം ദുആ ചെയ്തു. നമുക്ക് മാതൃകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവം പറയുന്നത് എന്തിനാണെന്ന് അറിയുമോ? നമ്മുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും അള്ളാഹുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കണം. അപ്പൊ ഓരോ സമയത്തും എന്താണോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, എന്തുമായിക്കോട്ടെ. നൂഹ് നബി ഇസ്ലാമിനെ ആ മേലാളന്മാർ ആട്ടി ഓടിച്ച നാട്ടിൽ നിന്നും നൂഹ് നബി ഇസ്ലാം വളരെ നിസ്സാരനായിരുന്നു. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അവർക്കെതിരെ. അപ്പൊ ആരും സഹായത്തിനും ഉണ്ടായിരുന്നില്ല. അല്ലാഹുവേ, ഞാൻ പരാജിതനാണ്, അതാണ് അതിന്റെ അർത്ഥം. നീ എന്നെ സഹായിക്കണം. ആ ഒറ്റ വാക്കാണ് ദുആ. ഞാൻ പരാജിതനാണ് അല്ലാഹുവേ, നീ എന്നെ സഹായിക്കണം. അള്ളാഹുവിന്റെ ആൾക്കാർ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പണിയെടുക്കുന്നവർ, അവർ അള്ളാഹുവിന്റെ ആൾക്കാരാണ്. അപ്പം എപ്പോൾ വിളിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ വിളി കേൾക്കും. അപ്പൊ ആ വിളിക്ക് അള്ളാഹു ഉത്തരം നൽകും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫഫതഹ്നാ അബ്വാബസ് സമാ, നാം തുറന്നു കൊടുത്തു, എന്ത്, ആകാശത്തിന്റെ വാതിലുകൾ നാം തുറന്നു, ബിമാഇൻ മുൻഹമിർ, കുത്തിയൊലിക്കുന്ന ആ വെള്ളം കൊണ്ട്, വഫജ്ജർനൽ അർള ഉയൂന, ഭൂമിയെ നാം പിളർത്തി, അതിൽ നിന്നും വെള്ളം പുറത്തു വന്നു. ആകാശത്തു നിന്നും വെള്ളം വന്നു, ഭൂമിയെ പിളർത്തി, ഭൂമിക്ക് അകത്തു നിന്നും വെള്ളം പുറത്തു വന്നു. മുന്നേ നിശ്ചയിച്ച ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ആ രണ്ട് വെള്ളങ്ങളും ഒരുമിച്ച് കൂടി. ആകാശത്തു നിന്നും വെള്ളം, ഭൂമിയിൽ നിന്നും വെള്ളം, അള്ളാഹുവിന്റെ തീരുമാനം നടപ്പാക്കുകയാണ്. അങ്ങനെ ഭൂമി മുഴുവൻ വെള്ളമായി. ചുരുക്കത്തിൽ കാണാൻ സാധിക്കും, നൂഹ് നബി ഇസ്ലാമിന്റെ കാലത്തുള്ള ആ വെള്ളപ്പൊക്കം ഭൂമി മുഴുവനായിട്ടായിരുന്നു. ഒരു സ്ഥലവും അതിൽ നിന്ന് ബാക്കി ഉണ്ടായിരുന്നു. വഹമൽനാഹു, ആ വെള്ളത്തിൽ നിന്നും നാം രക്ഷിച്ചെടുത്തു, കപ്പലിലേക്ക് കയറ്റി. അലാ ദാത്തി അൽവാഹി വദുസുർ, അതായത് ആടുകൾ കൊണ്ടും മരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ആ കപ്പലിലേക്ക് നൂഹ് നബി ഇസ്ലാമിനെ നാം കയറ്റി. ഇപ്പൊ നൂഹ് നബിയുടെ ആ കപ്പൽ എങ്ങനെയായിരുന്നു? ഇപ്പൊ പലകകൾ കൊണ്ടും ആടുകൾ കൊണ്ടും ഉള്ളതായിരുന്നു ആ ഒരു കപ്പൽ. തജ്രീബി അയുനിന, അപ്പൊ നമ്മുടെ മേൽനോട്ടത്തിൽ ആ കപ്പൽ ഇങ്ങനെ സഞ്ചരിച്ചു. ജസാഅൻ ലിമൻ കാന കുഫർ, അപ്പൊ നിഷേധിക്കപ്പെട്ട, ആ പരിഹസിക്കപ്പെട്ട ഒരാളുടെ പ്രതിഫലമായിക്കൊണ്ട്. വലഖദ് തറക്നാഹു ആയതൻ ഫഹൽ മിൻ മുദ്ദക്കിർ, ആ ഒരു സംഭവത്തെ നാം ഒരു ദൃഷ്ടാന്തമാക്കി ബാക്കിയാക്കി.
ഹൽമി മുന്തക്കിർ, ആരാണ് ചിന്തിക്കാൻ? അപ്പൊ ചിന്തിക്കുന്നവർക്ക് അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ ഈ നൂഹ് നബി ഇസ്ലാം നിർമ്മിച്ച ആ കപ്പൽ, ഹസൻ ബസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, നൂഹ് നബി ഇസ്ലാം നിർമ്മിച്ച ആ കപ്പലിന്റെ നീളം 1200 മുഴം. നീളം 1200 മുഴം. അപ്പൊ അതിന്റെ വീതി 600 മുഴമാണ്. നീളം 1200 മുഴവും അതിന്റെ നേരെ പകുതി വീതി 600 മുഴമാണ്. ഇന്ന് നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും വലിയ കപ്പലാണ് സിംഫണി ഓഫ് സീസ് എന്നറിയപ്പെടുന്ന ഒരു കപ്പൽ. അപ്പൊ ആ ഒരു കപ്പല് 360 മീറ്റർ നീളവും 66 മീറ്റർ വീതിയും മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ 2 ഇരട്ടിയോളം വലിപ്പം ഉണ്ടായിരുന്നു നൂഹ് നബി ഇസ്ലാം അന്ന് നിർമ്മിച്ച ആ ഒരു കപ്പൽ. അതുപോലെ തന്നെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നൂഹ് നബി അലൈഹി ഇസ്ലാം 3 നിലകളിലായിട്ടാണ് ആ കപ്പൽ നിർമ്മിച്ചത്. അതിൽ ഏറ്റവും താഴത്തേതിൽ മൃഗങ്ങളെയും കാട്ടുമൃഗങ്ങളെയും അതേപോലെ തന്നെ ഇഴജന്തുക്കളെയും ആ ഏറ്റവും താഴെയുള്ള നിലയിലേക്ക് കയറ്റി. അപ്പൊ നടുക്കുള്ള ആ നിലയിൽ ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി മാറ്റിവെച്ചു. ഏറ്റവും മുകളിലായിരുന്നു നൂഹ് നബി ഇസ്ലാമും ആ മുഅ്മിനീങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പൊ കൂടെ പറയുകയാണ്, ആദം അലൈഹി ഇസ്ലാമിയുടെ ആ ഒരു മയ്യത്തും നൂഹ് നബി ഇസ്ലാം എടുത്തിരുന്നു ആ കപ്പലിൽ നിന്ന്. ഈ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ മൂന്നാമത്തെ നിലയിൽ നൂഹ് നബി ഇസ്ലാമിയുടെ കൂടെ ആദം അലൈഹി ഇസ്ലാമിയുടെ മയ്യത്തും ഉണ്ടായിരുന്നു. പിന്നീട് വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ നൂഹ് നബി ഇസ്ലാം ആ ഒരു മയ്യത്ത് ബൈത്തുൽ മുഖദ്ദിസിൽ ഖബറടക്കി എന്നും നമുക്ക് ആ ഒരു അസറിൽ കാണാൻ സാധിക്കും. അപ്പൊ ആ സംഭവം പറയുകയാണ്. അപ്പൊ കപ്പൽ സഞ്ചരിക്കാൻ തുടങ്ങി. വഹിയ തജ്രി ബിഹിം, ആ കപ്പൽ അവരെയും കൊണ്ട് അങ്ങനെ സഞ്ചരിക്കുകയാണ്. ഫീ മൗജിൻ കൽ ജിബാൽ, ഇപ്പൊ തിരമാലകൾക്കിടയിലൂടെ ഒരു വലിയ പർവ്വതം വരുന്നത് പോലെ ആ ഒരു കപ്പൽ സഞ്ചരിക്കുകയാണ്. അപ്പൊ അത്രയും വലിയ, അല്ലാഹു സുബ്ഹാനഹു പറയുകയാണ്, ഒരു വലിയ പർവ്വതം പോലെ തിരമാലകൾക്കിടയിലൂടെ ആ കപ്പൽ സഞ്ചരിച്ചു. അത്രയും വലിയൊരു കപ്പലായിരുന്നു. വനാദ നൂഹുൻ ഇബ്നഹു വകാന ഫീ മഅസിൽ, നൂഹ് നബി ഇസ്ലാം ഇങ്ങനെ നോക്കുമ്പോൾ ദൂര സ്ഥലത്ത് നൂഹ് നബി ഇസ്ലാമിയുടെ ആ മകൻ, ആ 4ാമത്തെ മകൻ വെള്ളത്തിൽ മുങ്ങുന്നത് നൂഹ് ഇസ്ലാം കാണുകയാണ്. നൂഹ് നബി വിളിച്ചു പറഞ്ഞു, യാ ബുനയ്യ ഇർകബ് മഅന വലാ തകും മഅൽ കാഫിരീൻ, മകനെ അപ്പൊ നമ്മുടെ കൂടെ കേറൂ, നീ കാഫിരീങ്ങളുടെ കൂടെ മുങ്ങി മരിക്കരുത്. അപ്പോൾ മകൻ തിരിച്ചു പറഞ്ഞു, വാപ്പ ഞാൻ കപ്പലിൽ കയറൂല, ഞാൻ ആ കാണുന്ന മലമുകളിൽ കയറി വെള്ളത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടുകൊള്ളാം, അതെന്നെ വെള്ളത്തിൽ നിന്ന് സംരക്ഷിക്കും എന്ന മകൻ തിരിച്ചു മറുപടി നൽകുകയാണ്. നൂഹ് നബി ഇസ്ലാമിന്റെ മറുപടി, ഇന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം വന്ന ദിവസമാണ്. അള്ളാഹിന്റെ ആ തീരുമാനത്തിൽ നിന്ന് അള്ളാഹു കരുണ ചെയ്തവനല്ലാതെ ഒരു രക്ഷയുമില്ല. ഒരാൾക്കും സംരക്ഷണം ലഭിക്കൂല, എവിടെ പോയാലും സംരക്ഷണം ലഭിക്കൂല. അപ്പൊ ആ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുക ഒരു വലിയ തിരമാല വന്ന് ആ 2 ആൾക്കാർക്കിടയിൽ, നൂഹ് നബി ഇസ്ലാമയുടെയും മകന്റെ ഇടയിൽ ഒരു വലിയ മതിൽ സ്ഥാപിച്ചു വെള്ളത്തിന്റെ. അങ്ങനെ ആ മകൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കപ്പൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ബാക്കി എല്ലാവരും മുങ്ങി മരണപ്പെട്ടു, ഒരാളും ബാക്കിയായിട്ടില്ല ആ കപ്പലിലുള്ളവരല്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഖീല യാ അർളുബുലൈ മാക്കി, അപ്പൊ എല്ലാം മുങ്ങി മരിച്ചു തുടങ്ങിയതിനു ശേഷം അള്ളാഹുവിന്റെ കൽപ്പന വന്നു ഭൂമിയോട്. അള്ളാഹുവിന്റെ കൽപ്പന, നീ നിന്റെ വെള്ളത്തെ പിൻവലിക്കുക എന്ന് ഭൂമിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വയാ സമാഉ അഖ്ലിഇ, അപ്പൊ ആകാശത്തോടുള്ള അള്ളാഹുവിന്റെ കൽപ്പന അടുത്ത് വരികയാണ്, നിന്റെ വെള്ളത്തെ നീ മൂടി വെക്ക്, മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആ തുറന്ന വാതിൽ അടയ്ക്കാനും ഭൂമിയോട് വെള്ളത്തെ പിൻവലിക്കാനും അള്ളാഹു കൽപ്പിച്ചു. വഗീദൽ മാ, അപ്പൊ കൽപ്പന വന്നതോടൊപ്പം വെള്ളം വറ്റി. വഖുദിയൽ അംർ, അപ്പൊ ആ അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെ നടപ്പാക്കപ്പെടുകയാണ്. വസ്തവത് അലൽ ജൂദി, അപ്പൊ ആ ജൂദി പർവ്വതത്തിന്റെ മുകളിൽ ആ കപ്പൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ജൂദി പർവ്വതം എന്ന് പറയുന്നത് ഇന്ന് അർമേനിയ, അർമേനിയയിലെ അറാറത്ത് എന്ന് പറയുന്ന ഒരു കൂട്ടം മലപ്രദേശമുണ്ട്, അതിൽപ്പെട്ട ഒരു മലയാണ് ജൂദി. അപ്പൊ ഇന്ന് ജൂദി എന്ന പേരിലല്ല, ഇന്ന് സൂദി എന്നൊക്കെ പേരിലാണ് ആ ഒരു മല അറിയപ്പെടുന്നത്. അപ്പൊ അവിടെയാണ് ഇന്ന് ആ പർവ്വതമുള്ളത്. അപ്പൊ ആ ജൂദി പർവ്വതത്തിന്റെ മുകളിൽ ആ കപ്പൽ വന്ന് നിന്നു. വനാദ നൂഹ് റബ്ബോ, അപ്പൊ ആ സമയം നൂഹ് അലൈഹി ഇസ്ലാം എല്ലാം അവസാനിച്ചപ്പോ എല്ലാവരും മുങ്ങി മരിച്ച അവസ്ഥയിലാണ്. അപ്പൊ ആർക്കെതിരെയാണോ നൂഹ് അലൈഹി ഇസ്ലാം ദുആ ചെയ്തത് അവർക്ക് അള്ളാഹുവിന്റെ ആ ശിക്ഷ ലഭിച്ചു. അപ്പോൾ അള്ളാഹു ഒരു വാക്ക് പറഞ്ഞു, വലാ തുഖാതിബിനി ഫിൽ ലദീന വലമു. ഇതൊക്കെ കണ്ടപ്പോൾ മനുഷ്യന്റെ ആ മനസ്സറിയാവുന്ന അള്ളാഹുവാണ്. നൂഹ് അലൈഹി ഇസ്ലാം പറഞ്ഞു, വനാദ നൂഹ് റബ്ബഹു ഫഖാല റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി, അള്ളാഹുവേ എന്റെ മകൻ
എന്റെ കുടുംബക്കാരനാണ്, അപ്പൊ എന്റെ കുടുംബത്തെ രക്ഷിക്കുമെന്നല്ലേ നീ പറഞ്ഞതെന്ന് നൂഹ് അലൈഹി ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു ചോദിക്കാൻ. അപ്പൊ എന്റെ മകൻ എന്റെ കുടുംബക്കാരനാണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞിരുന്നു നേരത്തെ ചോദിക്കാൻ പാടില്ലെന്ന് അള്ളാഹു നേരത്തെ വാണി കൊടുത്തായിരുന്നു. അപ്പൊ നൂഹ് അലൈഹി ഇസ്ലാം ചോദിക്കുകയും ചെയ്തു. അള്ളാഹുവെ നിന്റെ വാഗ്ദാനം സത്യമാണ്. എന്റെ മകൻ എന്റെ കുടുംബക്കാരനാണ്, പക്ഷേ എന്റെ മകൻ മുങ്ങി മരണപ്പെട്ടു. അള്ളാഹു എന്താ തിരിച്ചു മറുപടി പറഞ്ഞത്? ഇന്നഹു ലൈസ മിൻ അഹ്ലി ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ് ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽം ഖാല ഇന്നി അഇദുക അൻ തകൂന മിനൽ ജാഹിൽ. അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാമോട് മറുപടി പറയുകയാണ്, അതായത് അവൻ നിന്റെ കുടുംബമല്ല, അവൻ നിന്റെ ആദർശങ്ങളുമായിട്ട് നിന്റെ കുടുംബമല്ല, അവൻ കാഫിറാണ്, അവൻ ചെയ്തതൊക്കെ കുഫറിന്റെ പണിയാണ്. ഒരിക്കലും നീ എന്ത് ചെയ്യാൻ പാടില്ല, നിനക്ക് ഇൽമില്ലാത്ത വിഷയത്തിൽ നീ എന്നോട് ചോദിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാമിന് താക്കീത് കൊടുക്കുകയാണ്. അഇദുക അൻ തകൂന മിനൽ ജാഹിലീൻ, നീ ജാഹിലീങ്ങളുടെ കൂട്ടത്തിൽ, അറിവില്ലാത്തവരുടെ കൂട്ടത്തിൽ ആകാതിരിക്കാൻ ഞാൻ നിന്നെ ഉപദേശിക്കുകയാണെന്ന് നൂഹ് നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അള്ളാഹിന്റെ ശിക്ഷ വന്നാൽ പിന്നെ എന്തില്ല, അവിടെ ഒരു കുടുംബാംഗവും ഇല്ല. ശിക്ഷ വന്നാൽ അതെല്ലാവരും കണ്ടിരിക്കാനേ കഴിയും, വേറെ ഒന്നും സഹായിക്കാനോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാമയും കൂടെ ഉണ്ടായിരുന്ന കുറച്ചുള്ള മുഅ്മിനീങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കുകയാണ്. അള്ളാഹു പറയുകയാണ്, വനൂഹൻ ഇദ് നാദാ മിൻ ഖബ്ൽ. ഇതൊക്കെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് അറിയോ? അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ എല്ലാം നിശ്ചലമായി, എല്ലാം നഷ്ടപ്പെട്ടു, ഇനി മുമ്പോട്ടൊരു പോക്കില്ല. എന്റെ ജീവിതം അവസാനിച്ചു, താളം തെറ്റി എന്ന് വിചാരിക്കുമ്പോൾ വനൂഹൻ ഇദ് നാദാ റബ്ബ, അപ്പൊ നൂഹ് അലൈഹി സ്വലാം അള്ളാഹ് റബ്ബിനെ വിളിച്ച സന്ദർഭങ്ങൾ നിങ്ങൾ ഓർക്കുക എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ എന്തിനാണ് പറയുന്നത്? നമ്മളും ആ രൂപത്തിൽ വിളിക്കാൻ, അപ്പൊ ആരെയും കൂസാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിക്കാൻ. ഇപ്പൊ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയും ഏത് പ്രശ്നങ്ങൾ വന്നാലും നൂഹൻ ഇദ് നാദാ റബ്ബ, നൂഹ് അള്ളാഹുവെ അവന്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം നിങ്ങൾ ഓർക്കുക. ഫസ്തജബ്നാഹു ലഹു, അപ്പൊ ആ വിളിക്ക് നാം ഉത്തരം നൽകി. അപ്പൊ നമ്മളോട് പറയുകയാണ് അള്ളാഹു, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഏതേത് സന്ദർഭത്തിലായാലും ശരി അള്ളാഹുവിനെ വിളിക്കണം. അപ്പൊ അള്ളാഹു നമുക്ക് ഉത്തരം നൽകും. ആ വലിയ പ്രതിസന്ധിയിൽ നിന്നും അള്ളാഹു നൂഹിനെയും കുടുംബത്തെയും അള്ളാഹു രക്ഷിച്ചു. ആ 80ഓളം വരുന്ന ആ സത്യവിശ്വാസികളെയും രക്ഷിച്ചു. അപ്പൊ ആ ഒരു വാലിമീങ്ങളായ അക്രമകാരികളായ ആ സമൂഹത്തിൽ നിന്ന് നൂഹ് നബിയെയും മുഅ്മിനീങ്ങളെയും നാം രക്ഷിച്ചു. അവർ ആ മുശ്രിക്കുകൾ, അവരെ നാം എന്ത് ചെയ്തു? വെള്ളത്തിൽ മുക്കിക്കൊന്നു. അവർ അതിന് അർഹരായിരുന്നുവെന്നും ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇതാണ് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ആ ഒരു ചെറിയൊരു ചരിത്രം. ഖുർആനിലൂടെ മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ചരിത്രത്തെ കുറിച്ച് പഠിച്ചതും. അപ്പം ഈ എന്തുകൊണ്ട് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹം അങ്ങനെയായി തീർന്നു, അവർക്ക് ആ സംഭവിച്ച ആ പിഴവെന്ത് എന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് ആദം നബി അലൈഹി ഇസ്ലാം മുതൽ ഇങ്ങനെ വരികയാണ്. നിങ്ങളെ 10ാമത്തെ തലമുറ കഴിഞ്ഞു. ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട് സഹീഹായ ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അപ്പോൾ അവർ എന്ത് ചെയ്തു? ആ 10 തലമുറയായപ്പോൾ അവരിലുണ്ടായിരുന്ന കുറച്ച് ഔലിയാക്കന്മാർ, ഈ 5 ഔലിയാക്കന്മാർ മഹത്തുക്കൾ, 5 മഹത്തുക്കളാണ്. അതുപോലെ തന്നെ ഒരു മറ്റൊരു ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുകയാണ്, ഹാദിഹി അസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ്. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിലുള്ള 5 മഹത്തുക്കളുടെ പേരാണ് ആ 5 ആൾക്കാർ. അപ്പൊ നേരത്തെ പറഞ്ഞ ആലിഹത്തുകൾ ഉണ്ടല്ലോ, അള്ളാഹുവിന് പുറമെ അവർ ഇബാദത്ത് ചെയ്ത ബിംബങ്ങൾ, രൂപങ്ങൾ, അവരാരായിരുന്നു? ആ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ജനതയിലുള്ള 5 ഔലിയാക്കന്മാരായിരുന്നു. ഫലമ്മ ഖലഖു, അപ്പൊ ആ 5 ആൾക്കാർ മരണപ്പെട്ടപ്പോൾ ശൈത്താന്റെ പരിപാടി തുടങ്ങുക. ശൈത്താൻ എന്ത് ചെയ്തു? ആ ജനങ്ങൾക്കിടയിലേക്ക് മന്ത്രിച്ചു കൊടുത്തു. ആ ആൾക്കാർക്ക്, ആ ജീവിച്ചിരുന്ന ആൾക്കാർക്ക് പറയുകയാണ്, ആ 5 മഹത്തുക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഇബാദത്ത് ചെയ്ത സ്ഥലം, ആ സ്ഥലത്ത് ആ 5 മഹത്തുക്കളുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കാൻ ശൈത്താൻ വസ്വാസം ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് ആ രൂപങ്ങൾക്ക് അവരുടേതായ പേര് തന്നെ വിളിക്കാനും ശൈത്താൻ അവരോട് മന്ത്രിച്ചു കൊടുത്തു. അങ്ങനെ അവരത് ചെയ്യുകയാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? ആ 5 മഹത്തുക്കൾ മരണപ്പെട്ടതിന് ശേഷം അവർ ഇബാദത്ത് ചെയ്തിരുന്ന സ്ഥലത്ത് അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് അവരുടേതായ പേരുകളും ആ രൂപത്തിന് നൽകി. അപ്പൊ ആ ബിംബത്തിന് അവരുടെ പേരും നൽകുകയുണ്ടായി. അപ്പം ആ ഒരു സന്ദർഭത്തിലൊന്നും
ഒരു ആരാധനാ കർമ്മം എന്ന രീതിയിലാണ് നടക്കുന്നില്ല. എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം അതിന്റെ മുമ്പിൽ പോയി ഇരിക്കും. അവരെ കാണുമ്പോൾ മനസ്സിലൊരു സമാധാനം. കാരണം അവർ അവർക്കിടയിൽ ജീവിച്ച വലിയ മഹത്വക്കളായിരുന്നു എന്ന രൂപത്തിലായിരുന്നു. ആ രൂപത്തിൽ ആ ഷെയ്ത്താൻ മന്ത്രിച്ചതായിരിക്കും. അത് കഴിഞ്ഞ് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് പറയുകയാണ് ഫലം അപ്പൊ അങ്ങനെ ആ ഒരു തലമുറ കഴിഞ്ഞുപോയി. ആ ഒരു തലമുറയുടെ കാലഘട്ടം കഴിഞ്ഞു. ആ സമയത്തൊന്നും ആ വിഗ്രഹങ്ങൾ, ആ രൂപങ്ങൾ ആരാധിക്കപ്പെട്ടിരുന്നില്ല. അതിന്റെ മുമ്പിൽ ആരാധനാ കർമ്മങ്ങൾ ഒരു രീതിയിൽ നടക്കപ്പെട്ടിരുന്നുമില്ല. അങ്ങനെ ആ ഒരു തലമുറ കഴിഞ്ഞുപോയി. പുതിയ തലമുറ വന്നു. അങ്ങനെ എന്തായി? ഇൽമില്ലാതായി, അറിവില്ലാതായി ഒരു പുതിയ തലമുറ വരികയാണ്. ഈ 5 രൂപങ്ങളെ സംബന്ധിച്ചുള്ള ഇവർ ആരായിരുന്നു, എന്തിനാണ് ഇങ്ങനെ രൂപങ്ങൾ ഉണ്ടാക്കിയത് എന്നൊരു എൽമ് അവർക്കില്ലാതായി. അപ്പോഴാണ് എന്ത് ചെയ്തത്? അങ്ങനെ അവർ ആ രൂപങ്ങൾ ആരാധിക്കപ്പെടാൻ തുടങ്ങുകയാണ് ഒരു പുതിയ തലമുറ വന്ന സന്ദർഭത്തിൽ. അങ്ങനെയാണ് ഭൂമിയിൽ ആദ്യമായിട്ട് ശിർക്ക് കടന്നു വരുന്നത്. അപ്പൊ ആ 5 ഔലിയാക്കന്മാരുടെ രൂപങ്ങളിലൂടെയാണ് ഈ ഭൂലോകത്ത് ആദ്യമായിട്ട് മനുഷ്യ സമൂഹത്തിൽ ശിർക്ക് കടന്നു വരുന്നത്. അപ്പൊ അതിന്റെ മുമ്പ് ആ 10 തലമുറയിൽ തൗഹീദിൽ അടിസ്ഥാനപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു തലമുറകളായിരുന്നു. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ബൈന ആദമ വനൂഹിൻ അശറത്തു ഖുറൂൻ, അതായത് ആദം നബി അലൈഹി ഇസ്ലാമിന്റെയും നൂഹ് നബി ഇസ്ലാമിന്റെ ഇടയിൽ 10 തലമുറ ഉണ്ടായിരുന്നു. കുല്ലുഹും ഫിത് തൗഹീദ്, അവരെല്ലാവരും തൗഹീദിലായി. അപ്പൊ ആ 10ാമത്തെ തലമുറയിൽ പിന്നീട് 5 രൂപങ്ങളിലൂടെ ആ ഔലിയാക്കന്മാരുടെ വിഗ്രഹങ്ങളിലൂടെയാണ് അവർക്ക് ഷിർക്ക് കടന്നു വരുന്നത്. അവരിലേക്ക് ഷിർക്ക് കടന്നു വരുന്നത്. അവരെ തിരിച്ച് തൗഹീദിലേക്ക്, ഈ ഷിർക്കിലേക്ക് കടന്നുപോയ ആ ഒരു തലമുറയെ തിരിച്ച് തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം ആദ്യത്തെ റസൂലായിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ആ ഷിർക്ക് മനുഷ്യരിലേക്ക് ആദ്യമായി കടന്നു വരുന്നത്. അപ്പൊ ഔലിയാക്കന്മാരുടെ ആ മഹത്തുക്കളുടെ വിഗ്രഹങ്ങളിലൂടെയാണ് മനുഷ്യ സമൂഹത്തിലേക്ക് ആദ്യമായിട്ട് ഷിർക്ക് കടന്നു വരുന്നത്. ഉമ്മത്തം വാഹിദ്, അള്ളാഹു പറഞ്ഞു, ജനങ്ങൾ, മനുഷ്യർ ഒറ്റ സമൂഹമായിരുന്നു, എല്ലാവരും തൗഹീദിലായിരുന്നു. പിന്നീട് എന്ത്? ബഖ്തലഫു, അവർ ഭിന്നിച്ചു. ഒരു വിഭാഗം തൗഹീദിലാവുകയും മറുവിഭാഗം ഷിർക്കിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെയാണ് അത് 2 വിഭാഗമാകുന്നത്. അപ്പോൾ ആ ഷിർക്കിലേക്ക് പോയവരെ തിരിച്ചു കൊണ്ടുവരാനാണ് 950 വർഷം നീണ്ടുനിന്ന ആ ഒരു പ്രബോധന കാലഘട്ടം നൂഹ് നബി ഇസ്ലാം നടത്തിയത്. ഇല്ല കലീൽ. അപ്പൊ കുറച്ച് ആൾക്കാർ മാത്രം, 80ഓളം ആൾക്കാരെ മാത്രമാണ് ആ നൂഹ് നബി ഇസ്ലാമിന് കൂടെ കപ്പലുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു എന്ത് ചെയ്തു? നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ അങ്ങനെയാണ് മനുഷ്യ സമൂഹത്തിലേക്ക് ഷിർക്ക് കടന്നു വരുന്നത്. അപ്പൊ ആ ഒരു നൂഹ് നബി ഇസ്ലാമിന്റെ ചരിത്രം അത്രമാത്രമേ ഉള്ളൂ വിശദീകരിക്കാനായിട്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഒരു അടുത്ത പ്രവാചകനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ് നമ്മൾ വിശദീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പള്ളിയിൽ വളരെ വിപുലമായ രീതിയിൽ തന്നെ നോമ്പ് തുറകൾ നടക്കുന്നുണ്ട്. അപ്പം പല ആൾക്കാരുടെയും അകമഴിഞ്ഞുള്ള സഹകരണം കൊണ്ട് മാത്രമാണ് ഇതേ രൂപത്തിൽ നമ്മുടെ പള്ളിയിൽ നോമ്പ് തുറ നടത്താൻ നമുക്ക് സാധിക്കും. അപ്പം നമ്മുടെ ദുആകളിലെല്ലാം അവരെയും ഉൾപ്പെടുത്തണമെന്ന് ഉന്നതമായി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഒരുമിച്ച് കൂടൽ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിൽ, തൊഴിലുകളിൽ, പഠനങ്ങളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, അവരുടെ കബറിടങ്ങൾക്ക് അള്ളാഹു വെളിച്ചം കൊടുത്ത് വിശാലത കൊടുക്കുമാറാകട്ടെ. ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.